ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ശരീരം ഡീടോക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഹെൽത്തി ജ്യൂസുകൾ. 1. മഞ്ഞൾ. മഞ്ഞളും നാരങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന ജ്യൂസ് ശരീരം ഡീടോക്സ് ചെയ്യാൻ സഹായിക്കും. മഞ്ഞളിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും നാരങ്ങയിലെ വൈറ്റമിൻ സിയും കരളിനെ ശുദ്ധീകരിച്ച് കരളിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അതിനാൽ ശരീരം ഡീടോക്സ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ് മഞ്ഞൾ. 2. ബീട്രൂട്ട് ജ്യൂസ്. ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് ജ്യൂസ് തയ്യാറാക്കി കുടിക്കുന്നതും ശരീരം ഡീടോക്സ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോ ന്യൂട്രിയൻസും കരളിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും കരൾ മൊത്തം ശുദ്ധീകരിച്ച് കരളിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. 3. വെള്ളരിക്ക. വെള്ളരിക്ക, പുതിന, നാരങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ജ്യൂസ് ശരീരത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. വെള്ളരിക്ക ശരീരത്തിന് ജലാംശം നൽകുകയും പുതിന ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയും കൂടാതെ നാരങ്ങയിലുള്ള പോഷകങ്ങൾ ശരീരം മുഴുവൻ ഡീടോക്സ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. 4. പൈനാപ്പിൾ. പൈനാപ്പിളും കെയിലും ചേർത്തുണ്ടാക്കുന്ന ജ്യൂസ് ശരീരം ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ്. ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്ന ജ്യൂസ് കൂടിയാണ്. ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. അതേസമയം കെയിലിലെ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തെ ഡീടോക്സ് ചെയ്യാൻ സഹായിക്കുന്നു. 5. തണ്ണിമത്തൻ. തണ്ണിമത്തൻ ജ്യൂസിൽ ബേസിൽ, അതായത് തുളസിയില ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. തണ്ണിമത്തൻ വൃക്കയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ്. വൃക്കകൾ ശുദ്ധീകരിക്കുന്നതിന് കുടിക്കാവുന്ന നല്ലൊരു ജ്യൂസ് കൂടിയാണ് തണ്ണിമത്തൻ ജ്യൂസ്. തുളസിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു. 6. ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ കുക്കുംബർ അരച്ചു ചേർത്ത് കുടിക്കുന്നത് ശരീരം ഡീടോക്സ് ചെയ്യാൻ വളരെ ഫലപ്രദമാണ്. കൂടാതെ ഗ്രീൻ ടീ കരളിലെ വിഷാംശം പൂർണ്ണമായും പുറന്തള്ളുന്നതിനും അങ്ങനെ കരൾ ശുദ്ധീകരിച്ച് കരളിൻ്റെ പ്രവർത്തനം ആരോഗ്യകരമാക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു പാനീയം കൂടിയാണ്. വെള്ളരിക്ക ശരീരത്തിന് ജലാംശം തരുന്ന നല്ലൊരു പച്ചക്കറിയാണ്. മാത്രമല്ല ഇത് ഗ്രീൻ ടീക്ക് നല്ല രുചി നൽകുകയും ചെയ്യുന്നു. 7. കറ്റാർവാഴ. കറ്റാർവാഴ ജെല്ലിയിലെ സംയുക്തങ്ങൾ കരൾ ശുദ്ധീകരിക്കുന്നതിനും നല്ല ദഹനത്തിനും സഹായിക്കുന്നു. കറ്റാർവാഴ ജ്യൂസിൽ നാരങ്ങയും അല്പം വെള്ളരിക്കയും ചേർത്ത് കുടിക്കുന്നതും കരളിൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ശരീരം ഡീടോക്സ് ചെയ്യുന്നതിനും വളരെ നല്ലതാണ്. 8. തക്കാളി. തക്കാളിയിൽ ലൈക്കോപ്പിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നു. ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കരൾ ശുദ്ധീകരിക്കുന്നതിനും ശരീരം മൊത്തം ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കുന്നത്. കൂടാതെ ക്യാൻസർ വരുന്നത് തടയുന്നതിനും വളരെ നല്ലതാണ് തക്കാളി ജ്യൂസ്. 9. ഗ്രേപ്പ് ഫ്രൂട്ട്. ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയ ഗ്രേപ്പ് ഫ്രൂട്ട് കരളിനെ ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ്. കൂടാതെ ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ഇത് മാത്രമല്ല രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും വളരെ നല്ലതാണ് ഗ്രേപ്പ് ഫ്രൂട്ട്. കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിനായി ഗ്രേപ്പ് ഫ്രൂട്ടിൽ കുറച്ച് ഇഞ്ചി ചേർത്ത് തയ്യാറാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ എല്ലാ പാനീയങ്ങളും കരൾ ശുദ്ധീകരിക്കുന്നതിനും ശരീരം മുഴുവൻ ഡീടോക്സ് ചെയ്യുന്നതിനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇത് തയ്യാറാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്